പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ ചോറ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്കിതൊരു 5 മിനിറ്റും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചോറിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ചോറ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയ ചോറ് ഇതിനു വേണ്ടിയിട്ട് കൊള്ളില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു 4 വറ്റൽമുളകുമാണ്. ഇത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്നും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. സവോള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ഒരുവിധം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ മാത്രമേ ഈ റൈസിന് ടേസ്റ്റ് വരുള്ളൂ. ഇവിടെ ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഒരുവിധം ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒരു 1/4 ഭാഗം വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത ഉടനെ തന്നെ നേരത്തെ അരച്ചു വെച്ചിരുന്ന കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വറ്റൽമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ച രുചി മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും ആ പച്ച രുചി മാറിയില്ലെങ്കിൽ ഈ റൈസിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും പച്ചരുചി മാറിയില്ലെങ്കിൽ ഈ റൈസിന് ടേസ്റ്റ് കിട്ടില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള ചോറുണ്ടാക്കുമ്പോൾ വെളുത്ത ചോറാണ് നല്ലത്. ജീരകശാല റൈസോ കൈമ റൈസോ ബസ്മതി റൈസോ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണിത്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.